നമുക്ക് ഹരിമോഹനിലേക്ക് ഒന്ന് പോകാം. എന്താണ് അവിടെ നടന്നത് എന്നത്? ഹരി അവിടെ ഉണ്ടായിരുന്നല്ലോ. ഹരി സുരക്ഷിതമായി പുറത്തെത്തിയല്ലോ അല്ലേ? തീർച്ചയായിട്ടും സുജയ സുരക്ഷിതമായി ഇപ്പോൾ പുറത്താണ്. ഈ തൂങ്ങി മരിച്ച നിലയിൽ കാരണം ആ സമയത്ത് വലിയ രീതിയിലുള്ള ഹരി വ്യക്തമല്ല, കുറച്ചുകൂടി റേഞ്ചുള്ള സ്ഥലത്തേക്ക് മാറി നിൽക്കാമെന്ന്. ഹരിമോഹനും വീഡിയോ ജേർണലിസ്റ്റ് നന്ദുവുമാണ് ഈ ആക്രമണം നടക്കുമ്പോൾ അവിടെ കേൾക്കാം. ഹരി, തുടരാം. സുജയ കേൾക്കാമല്ലോ അല്ലേ? ഹരി തുടരാം. സുജയ, അല്പം മുമ്പാണ് നമ്മൾ ഇവിടെ പുറത്തേക്ക് ഇറങ്ങിയത്. ഇപ്പോൾ ആ കോർപ്പറേഷന്റെ കെട്ടിടം, ഇപ്പോൾ പുറത്ത് കാണുന്ന കോർപ്പറേഷന്റെ ഷോപ്പിംഗ് കോംപ്ലക്സിന് പുറത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതിനകത്താണ് ഈ പറയുന്ന കൗൺസിലറുടെ മുറി, തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ മുറി. അതിന് പുറത്താണ്. അതായത് ഈ കുറച്ചു മുമ്പ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായപ്പോൾ നമ്മളെ അവിടെ നിന്ന് പോലീസുകാർ സുരക്ഷിതമായി അവിടെ നിന്ന് മാറ്റുകയും നമ്മളെ പുറത്തേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതെ രക്ഷപ്പെട്ടത്. പക്ഷേ നമ്മുടെ ക്യാമറമാൻ നന്ദുവിനടക്കം കയ്യേറ്റം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു. ഷർട്ട് കീറുന്ന അടക്കമുള്ള കാര്യങ്ങളുണ്ടായി. ഒപ്പം തന്നെ മറ്റ് ചില മാധ്യമപ്രവർത്തകർ കൂടി പരിക്കേറ്റു. ഒരു ഫോട്ടോഗ്രാഫർ നിലത്ത് വീണു, ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം. അപ്പോൾ അത്തരത്തിൽ നിരന്തരം നന്ദു നമുക്കിപ്പോൾ ഉണ്ട്. സുജയ, നന്ദു നമുക്കിപ്പോൾ ഉണ്ട്. ഇപ്പോൾ ഒരു പ്രതികരണം വരുന്നുണ്ട്. അതിലേക്ക് പോവാം. മാധ്യമപ്രവർത്തകരെ ഉപദ്രവിക്കാന്ന് പാർട്ടി ഒരിക്കലും കൊടുക്കില്ല. ഞങ്ങളിപ്പോൾ ഒന്ന് പറഞ്ഞു കരമന ജയൻ സംസാരിക്കും. ഇപ്പൊ നമ്മൾ ഒന്നും പറയുന്നില്ല. ഞങ്ങൾ അന്വേഷിക്കാം. BJP അങ്ങനെ തീരുമാനിക്കും. ആക്രമണം നടത്തിയത് നിങ്ങളുടെ ഒരു കാര്യം, ഒരാളിവിടെ ഡെഡ് ബോഡി അവിടെ കിടക്കുകയാണ്. നമ്മൾ അതിന്റെ ഒരു മനുഷ്യത്വപരമായിട്ട് സമീപനം എടുക്കുക, അല്ല വേറൊന്നുമില്ല. ഓക്കെ, നിങ്ങൾ ഇപ്പോഴേ അങ്ങനെയൊന്നും ആക്രമിക്കില്ല. നിങ്ങൾ അങ്ങനെയൊന്നും ആക്രമിക്കില്ല. BJP നയമല്ല. ഞങ്ങളിപ്പോ അന്വേഷിക്കട്ടെ പ്ലീസ്, അന്വേഷിക്കട്ടെ. ഓക്കെ, ഞങ്ങൾ വലിയ വിഷമത്തിൽ നിൽക്കുന്നു. ഞങ്ങൾ സഹപ്രവർത്തകർ മരിച്ചതിന്റെ വിഷമത്തിൽ നിൽക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ മാനസിക അവസ്ഥകൾ നിങ്ങൾ ആലോചിക്കും. ഞങ്ങളുടെ മാനസികാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കും. ഓക്കെ, ഞങ്ങൾ മെയിൻ ഒരാളാണ് പോയി. ശരി, ഓക്കെ, BJP ജില്ലാ പ്രസിഡന്റ് കരമന ജയനാണ് പ്രതികരിച്ചത്. അന്വേഷിക്കാം എന്നാണ് പറഞ്ഞത്. റോഷിപാൽ കേൾക്കുന്നുണ്ടെന്ന് കരുതുന്നു. അവിടെ റിപ്പോർട്ടിങ്ങിനിടയിൽ, അതായത് ഈ തൂങ്ങിമരിച്ചതിൽ കണ്ടെത്തിയ മുറിയുടെ പുറത്ത് നിൽക്കുകയായിരുന്ന ആളുകളെ പൂർണ്ണമായി മാറ്റുകയായിരുന്നു, അതോ മാധ്യമങ്ങൾ മാത്രം മാറാൻ ആവശ്യപ്പെടുകയായിരുന്നു? അവിടെ വലിയ തിക്കും തിരക്കുമൊക്കെ കാണാം. സുജയ, നേരത്തെ പോലീസ് അവിടെ ഇൻക്വസ്റ്റ് നടപടികൾ ഇടയിൽ മാധ്യമപ്രവർത്തകരെ ഇങ്ങോട്ടേക്ക് താഴേക്ക് മാറ്റുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു ആക്രമണം നടന്നത്. ഇപ്പോൾ അതിനിടയിൽ ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ അല്പം മുമ്പാണ് ഇവിടെ എത്തിയത്. അദ്ദേഹവുമായി സംസാരിക്കുകയാണ്. ഈ കാര്യം അന്വേഷിക്കാം എന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഏതായാലും ഇതിൽ എല്ലാവർക്കും, ഇതിലെത്തിയ വനിതാ മാധ്യമ പ്രവർത്തകർക്ക് ഉൾപ്പെടെ മർദ്ദനമേറ്റു എന്നതാണ്. ഒപ്പം നമ്മുടെ ഹരിമോഹന് കാലിനാണ് മർദ്ദനമേറ്റത്. അങ്ങനെ കാലിന് നേരെയാണ്. അങ്ങനെ ഓരോ ആളുകൾക്കും, ഓരോ മാധ്യമ പ്രവർത്തകരും പലതരത്തിൽ ഈ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിക്കുന്നതിനിടയിൽ അവരുടെ ക്യാമറകൾ തല്ലി പൊട്ടിക്കുന്നു. അങ്ങനെ ആ ആക്രമണത്തിന് നേതൃത്വം നൽകിയവരാട്ടെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യമാണുള്ളത്. ഏതായാലും ഈ കാര്യം അല്പം മുമ്പാണ് കരമന ജയൻ ഇവിടെ എത്തിച്ചേർന്നത്. അത് പരിശോധിക്കാമെന്ന് കരമന ജയൻ പറയുമ്പോഴും ഇക്കാര്യത്തിൽ വളരെ യാതൊരു പ്രകോപനവും ഉണ്ടായിരുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ മാധ്യമപ്രവർത്തകർ എത്തുന്നു, പോലീസിന്റെ അനുമതിയോടെ ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നു. സാധാരണ ഇത്തരത്തിൽ സംഭവങ്ങൾ നടക്കുമ്പോൾ അവിടെയൊക്കെ മാധ്യമപ്രവർത്തകർ എത്തുന്നതാണ്. അങ്ങനെ ഇവിടെ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു പ്രകോപനമില്ലാതെ ഈ ആക്രമണത്തിന് നേതൃത്വം നൽകുന്നു. ആക്രമണത്തിന് നേതൃത്വം നൽകിയ എല്ലാവരും ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെയുള്ള പ്രാദേശിക പ്രവർത്തകർക്കാണ് ആക്രമണത്തിന് നേതൃത്വം നൽകുന്നത്. കൃത്യമായി എന്താണോ ഇവിടെ മരണവുമായി ബന്ധപ്പെട്ട പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം പ്രാദേശികമായി നമുക്ക്
നാട്ടുകാരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ അടക്കമാണ് വാർത്തയായി പുറത്തേക്ക് വന്നത്. അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യങ്ങളുമില്ല. യാതൊരു പ്രകോപനമില്ലാതെ ആക്രമണത്തിന് നേതൃത്വം നൽകിയ ആളുകൾ ഇപ്പോൾ ഇവിടെ തമ്പടിച്ച് നിൽക്കുമ്പോഴും പോലീസ് ഇതിലൊരു നടപടി എടുക്കുന്നില്ല. ഇപ്പോഴും കൂടുതൽ പോലീസിനെ എത്തിയില്ല. ഇവിടെ തമ്പടിച്ച് നിൽക്കുന്ന ക്രിമിനൽ സംഘങ്ങളെ ഇവിടെ നിന്ന് നീക്കം ചെയ്യാനോ അവരെ കസ്റ്റഡിയിൽ എടുക്കാനോ പോലീസ് നിൽക്കാതെ നോക്കുകുത്തിയായി പോലീസ് നിൽക്കുന്ന കാഴ്ചയാണ് സുജയ ഇപ്പോഴും ഉള്ളത്. മാധ്യമപ്രവർത്തകരെ, വനിതാ മാധ്യമപ്രവർത്തകരടക്കം ആക്രമിച്ചിട്ട് പോലും പോലീസ് ഇതിൻ്റെ അത് ഇടപെടാതെ നോക്കുകുത്തിയായി നിൽക്കുന്നു. ഇവിടെ സംഘടിച്ച ക്രിമിനൽ സംഘങ്ങളെ കസ്റ്റഡിയിൽ എടുക്കാനോ ആ ക്രിമിനൽ സംഘങ്ങളെ ഇവിടെ നീക്കാനോ പിരിച്ചുവിടാനോ പോലീസ് യാതൊരു തരത്തിലുള്ള ഇടപെടൽ നടത്തുന്നില്ല എന്നതാണ് ഖേദകരമായ കാര്യം. വനിതാ മാധ്യമ പ്രവർത്തകർക്കടക്കം മർദ്ദനമേറ്റു, ക്യാമറകൾ തല്ലിപ്പൊളിച്ചു, വീണ്ടും ഇവിടെ ആക്രമണത്തിൽ ഭീതി പരത്തുന്ന രീതിയിൽ അന്തരീക്ഷം ഉണ്ടാക്കി, വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കുന്നു. മാധ്യമപ്രവർത്തകർ മുഴുവനായി സംഘടിച്ച ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. ആ ആക്രമണത്തിന് നേതൃത്വം നൽകിയ ക്രിമിനൽ സംഘങ്ങളൊക്കെ ഇപ്പോഴും സംഘടിച്ച് നിൽക്കുന്നു. അവരെ കസ്റ്റഡിയിലെടുക്കാനോ ഇവരെ പിരിച്ചുവിടാനോ പോലീസ് നടപടിയെടുക്കാതെ ഇവിടെ നോക്കുകുത്തിയായി പോലീസ് നൽകുന്ന കാഴ്ചയാണ് ഏറ്റവും ദുഃഖകരമായ. അതും തലസ്ഥാനത്താണ് ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകരെ കൂട്ടമായി ആക്രമിക്കുന്ന ഒരു കാഴ്ചയുണ്ടാകുന്നത്. ഈ അടുത്തൊന്നും ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ യാതൊരു കാരണവുമില്ലാതെ ഒരു ആക്രമണം ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. അതിലേതായാലും BJP നേതൃത്വം, സംസ്ഥാന നേതൃത്വം അടക്കം ഇക്കാര്യത്തിൽ ഇടപെടൽ അവർക്ക് പ്രകോപനമാകാൻ സാധ്യതയുള്ള ഒരു കാര്യം, ആത്മഹത്യാക്കുറിപ്പിൽ BJPക്കെതിരെ പരാമർശമുണ്ട്, പാർട്ടിക്കെതിരെ പരാമർശമുണ്ട് എന്ന കാര്യമാണ്. ഈ ആത്മഹത്യാക്കുറിപ്പിന്റെ ഉള്ളടക്കം സംബന്ധിച്ചാണോ തർക്കമുണ്ടായത്? സുജയ, മാധ്യമപ്രവർത്തകരോട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നില്ല. അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരെ ആദ്യം പരിഹസിക്കുകയും തൊട്ടു പിന്നാലെ ആക്രോശിച്ചുകൊണ്ട് ആക്രമിക്കുകയുമായിരുന്നു. എന്താണ് ആക്രമണത്തിന്റെ കാരണമെന്ന് പോലും വ്യക്തമല്ല. കുറെ ക്രിമിനൽ സംഘങ്ങൾ അവിടെ ആദ്യം അവരെ ആക്രോശിച്ച് ഭീഷണിപ്പെടുത്തി, തൊട്ടു പിന്നാലെ കയ്യിൽ കിട്ടിയവരൊക്കെ മർദ്ദിക്കുന്ന കാഴ്ച, ക്യാമറകളൊക്കെ പിടിച്ചു വലിച്ച് നിലത്തെറിയുന്ന കാഴ്ച. അങ്ങനെ ചിലരുടെ ക്യാമറകളുടെ ലെൻസുകൾ പൊട്ടുന്നു, ചിലരുടെ ബാറ്ററികൾ ഊരി വലിച്ചു നിലത്തെറിയുന്നു, ചിലരുടെ ട്രൈപോഡുകൾ വലിച്ചു നിലത്തെറിയുന്നു, ചിലവരെ കയ്യിൽ കിട്ടിയവരെ ചവിട്ടുകയും കയ്യേറ്റുകയും ചെയ്യുന്ന കാഴ്ച. ഏതാണ്ട് ഒരു 100-ലേറെ പേർ സംഘടിച്ച് ഒരു ചെറിയ ഭാഗത്ത്, ഈ കെട്ടിടത്തിന്റെ താഴെ പാർക്കിംഗ് ഏരിയയിൽ വെച്ചാണ് ഇത്രയും വലിയ രീതിയിൽ മാധ്യമപ്രവർത്തകരെ കൂട്ടായി ആക്രമിക്കുന്ന ഒരു കാഴ്ച ഉണ്ടായത്. ഏതായാലും ഈ കാര്യത്തിൽ അന്വേഷണം നടത്തുമെന്ന് BJPയുടെ ജില്ലാ അധ്യക്ഷൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ജില്ലാ അധ്യക്ഷൻ ഇവിടെ എത്തിച്ചേർന്നു. നേരത്തെ ഞാനടക്കം മാധ്യമപ്രവർത്തകരുള്ള സമയത്ത് BJPയുടെ സംസ്ഥാന നേതാവ് കൂടി VV രാജേഷ് അടക്കം, കൗൺസിലർ അടക്കം ഉള്ള നേതാക്കളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ആക്രമണം നടക്കുമ്പോൾ അവർ ഈ സ്ഥലത്ത് അവർ ഉണ്ടായിരുന്നില്ല. പിന്നീട് VV രാജേഷ് അടക്കമുള്ളവരെ കണ്ടിട്ടുമില്ല. ഏതായാലും പോലീസ് നൽകുന്ന വിവരങ്ങളാണ് നമ്മൾ മാധ്യമങ്ങളെല്ലാവരും. അതായത് റോഷിപാൽ, നേരത്തെ VV രാജേഷുമായിട്ട് നേരിട്ട് നമ്മൾ ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. അപ്പോൾ രാജേഷ് എന്നോടും ചോദിച്ചത് നിങ്ങൾ ആ ആത്മഹത്യാക്കുറിപ്പ് കണ്ടോ എന്നാണ്. ഞാൻ കണ്ടിട്ടില്ല. ഹരിക്ക് പോലീസിൽ നിന്ന് കിട്ടിയ വിവരമാണ് ഹരി പങ്കുവെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആത്മഹത്യാക്കുറിപ്പിൽ BJPക്കെതിരെ ഇല്ല, എന്നാൽ ആത്മഹത്യാക്കുറിപ്പിൽ അങ്ങനെ ഉണ്ട് എന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്തു എന്നതാണ് അവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് പ്രകോപനത്തിന് കാരണമെന്ന്. സുജയ, ആക്രമണത്തിന് ഇതൊരു കാരണമാണോ എന്നൊരു ചോദ്യമുണ്ട്. ആക്രമിക്കാൻ ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തത്? അങ്ങനെ അവർക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവർക്ക് പോലീസിനെ സമീപിക്കാം, അല്ലെങ്കിൽ മറ്റു പല മാർഗങ്ങളുണ്ട്. ഏതെങ്കിലും തരത്തിൽ അവർ പറയുന്നതാണ് ശരിയെങ്കിൽ. അല്ലാതെ മാധ്യമപ്രവർത്തകർ, വനിതാ മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവർ തെരുവിൽ തല്ലി ഈ പറഞ്ഞ ഏതെങ്കിലും തരത്തിൽ അവർക്കെതിർപ്പുള്ള, അവർക്ക് വിയോജിപ്പുള്ള വാർത്തകളെ എങ്ങനെയാണ് നേരിടാൻ കഴിയുക എന്ന ചോദ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് കരമന ജയൻ ജില്ലാ അധ്യക്ഷന് പോലും ഈ കാര്യത്തിൽ മറുപടി നൽകാൻ സാധിക്കാതിരുന്നത്. ഇതുവരെ തിരുവനന്തപുരം നഗരത്തിൽ ഇങ്ങനെ മാധ്യമ വേട്ട ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ അടുത്തൊന്നും ഇങ്ങനെ കൂട്ടത്തോടെ മാധ്യമപ്രവർത്തകരെ തല്ലുന്നതും ആക്രമിക്കുന്ന ഒരു കാഴ്ചയുണ്ടായിട്ടില്ല. അതും BJP പ്രവർത്തകരുടെ ഭാഗത്ത് ഇങ്ങനെ ഉണ്ടാകുമെന്നാരും പ്രതീക്ഷിച്ചിട്ടുമില്ല. കാരണം ഇവിടെ ഒരു ആത്മഹത്യ നടന്നു. അത് BJPയുടെ ജില്ലയിലെ ഏറ്റവും നമ്മളിപ്പോൾ പാർട്ടി നോക്കിയല്ലോ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അത് ആ സംഭവം നടന്ന സ്ഥലത്തെത്തി സ്പോട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുക എന്നത് ദൃശ്യമാധ്യമങ്ങൾ അനുവർത്തിച്ചു വരുന്ന ശൈലിയാണ്. ഈ ലൈവ് സംപ്രേഷണമൊക്കെ തുടങ്ങിയിട്ട് എത്ര വർഷങ്ങളായി? എല്ലായിടങ്ങളിലും ഇത് തന്നെയല്ലേ നടക്കാറുള്ളത്? അപ്പോൾ കൗൺസിലറാണ്, BJPയുടെ കൗൺസിലറാണ്. അതുകൊണ്ട് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ ആ മുറിക്ക് പുറത്തുനിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് എല്ലായിടങ്ങളിലും ചെയ്യുന്നത് പോലെ തന്നെ ഒരു സ്ഥിരമായി ചെയ്യുന്ന ഒരു രീതി തന്നെയല്ലേ ഇവിടെയും അനുവർത്തിച്ചത്? അതിൽ ഈ പ്രകോപനം ഉണ്ടാകേണ്ട സാഹചര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല.
സുജയ, അതുതന്നെയാണ് ഇപ്പോഴും നമുക്ക് വ്യക്തമല്ല എന്താണ് ഈ പ്രകോപനത്തിന് കാരണമെന്ന്. കാരണം BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ്, ജില്ലയിലെ നേതാവ്, ഒരു കരുത്തനായ ജനസ്വാധീനമുള്ള നേതാവ് ജീവനൊടുക്കി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഞെട്ടലാണ് ഏതാണ്ട് BJPയുടെ എല്ലാ നേതാക്കളും പ്രവർത്തകരും, മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഞെട്ടലാണ്. കാരണം മാധ്യമപ്രവർത്തകരുമായൊക്കെ വലിയ സൗഹൃദവും കൃത്യമായി ഈ ജനകീയ വിഷയങ്ങൾ മാധ്യമങ്ങളിലേക്ക് എത്തിക്കാൻ നിരന്തരം ഇടപെടുകയും ചെയ്യുന്ന വ്യക്തി കൂടിയാണ് ഈ അനിൽകുമാർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ വിയോഗം വലിയ ഞെട്ടലാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി എല്ലാ മാധ്യമപ്രവർത്തകരും ആ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ. ഇതിൻ്റെ കാരണം എന്താണ്? കാരണം മരണത്തിൽ ദുരൂഹതയുണ്ട്. അവിടെ ഒരു ആത്മഹത്യാ കുറിപ്പുണ്ടായിരുന്നു. അതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇതിൽ കൃത്യമായൊരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സൊസൈറ്റി അത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ആ സാമ്പത്തിക പ്രതിസന്ധിയുള്ള സൊസൈറ്റിയെ സഹായിക്കാൻ BJP സംസ്ഥാന നേതൃത്വത്തോട് അഭ്യർത്ഥിച്ചിരുന്നു. ആ അഭ്യർത്ഥന അത് സംസ്ഥാന അധ്യക്ഷൻ അത് നിറവേറ്റിയില്ല, അത് സ്വീകരിച്ചില്ല എന്നടക്കമുള്ള വിവരങ്ങൾ BJP സംസ്ഥാന അധ്യക്ഷന്റെ അടക്കം പ്രതികരണം ഈ വിഷയത്തിൽ ഉണ്ടാകണം. കാരണം വനിതാ മാധ്യമ പ്രവർത്തകരെയും അടക്കം കയ്യേറ്റം ചെയ്യുകയാണ് ചെയ്തത്. ഒരു ക്യാമറമാന് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. അപ്പോൾ ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫറുടെ ക്യാമറ തകർത്തു, ക്യാമറയുടെ ലെൻസ് തകർത്തു എന്നുള്ള വിവരവും വരുന്നുണ്ട്. അപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് നേരെ ഈ കയ്യേറ്റത്തിലേക്ക് പോയത് എന്തുകൊണ്ടാണ്? അതിനൊരു മറുപടി BJP നേതൃത്വത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. തിരിച്ചെത്താൻ